കാവേരി, 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 കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ? കാവേരിയുടെ കുടുംബത്തിന് നീതി കിട്ടും, ആ ഭൂമി തിരിച്ചു കിട്ടും. എനിക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല നിവിൻ. എനിക്ക് എന്റെ അച്ഛനെ മടക്കി കിട്ടുമോ? എന്റെ സ്കൂളിലേക്ക് തോളിലെടുത്തുകൊണ്ട് പോയിരുന്ന അമ്മ വഴക്ക് പറയുമ്പോഴും എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന, പിണങ്ങി മാറിയിരിക്കുമ്പോഴും ഒരുരുള ചോറുമായിട്ട് എന്നെ തേടി എത്തിയിരുന്ന എന്റെ അച്ഛൻ കിട്ടില്ലല്ലോ. എനിക്കറിയാം. ജയപാലനല്ല നിവിൻ, അച്ഛൻ തന്നെ ഞങ്ങളെ ചതിച്ചത്. അച്ഛൻ തന്നെയാ. അച്ഛൻ മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി ഞങ്ങള് സഹോദരിമാരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. പിറ്റേന്ന് ഗംഗേച്ചിക്ക് ഇഷ്ടപ്പെട്ട പയ്യനുമായിട്ട് ഗംഗേച്ചിയുടെ നിശ്ചയം. ഞങ്ങളുടെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വന്ന് കയറിയത്. ക്ഷീണം കൊണ്ടോ സങ്കടം കൊണ്ടോ അകത്തേക്ക് കയറാനാവാതെ വാതിൽപ്പടിയിലേക്ക് ഇരുന്നു പോയി അച്ഛൻ. താങ്ങി എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോ ഞങ്ങൾ ഓരോരുത്തരും ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഒരു പ്രശ്നമില്ലെന്നായിരുന്നു എല്ലാവരോടും മറുപടി. പിന്നെ അച്ഛൻ ഞങ്ങൾക്കെല്ലാം ഭക്ഷണം വാരി തന്നു. ആരോടും പറയാതെയാ രാത്രി മുറ്റത്ത് പോയിരുന്നത്. ഞാൻ പിന്നാലെ ചെന്ന് ഒരു ഷോള് കൊണ്ട് അച്ഛനെ പൊതിപ്പിച്ചു. മഞ്ഞുകൊണ്ട് അച്ഛന് പനി വരുമെന്നായിരുന്നു എന്റെ പേടി. പിറ്റേന്ന് രാവിലെ വരെ ആ ശരീരത്തില് ജീവനുണ്ടാവോന്ന് അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. കാവേരി, കാവേരി, പ്ലീസ്, ഇങ്ങനെ കരയാതെ. കാവേരി, പ്ലീസ് കാവേരി. അച്ഛാ, നോക്കിയേ. കാവേരി, കരയാതെ. എന്ത് പറ്റി ഇയാൾക്ക്? കാവേരി കുറച്ചുകൂടി ബോൾഡാണെന്ന് ഞാൻ കരുതിയേ. മക്കളെ, വീഡിയോ വീഡിയോ. കരയാതെ കാവേരി. ദേ, ഇങ്ങനെ കരഞ്ഞു കാണുന്നത് എനിക്കെന്ത് സങ്കടാണെന്നറിയോ? നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുക.
ദേ കാവേരി, എന്ത് സങ്കടം വന്നാലും ഞാനില്ലേ കൂടെ. മതിയടാ, ഇനിയും കണ്ടോണ്ടിരുന്നാലേ ചെരുപ്പൂര് കണ്ടിട്ടും കൊടുത്തു പോവും. അച്ഛന്റെ നഷ്ടം ഞാൻ അറിയിക്കില്ല കാവേരി. അച്ഛൻ തന്നതിന്റെ 1000 ഇരട്ടി സ്നേഹം ഞാൻ തരും. ഈ കണ്ണൊന്നും നനയാതെ, മുഖമൊന്നും വാടാതെ നോക്കിക്കൊള്ളാം ഞാൻ. നിവിൻ, എന്താ എനിക്ക്? കാവേരി അച്ഛന്റെ കാര്യങ്ങൾ പറഞ്ഞ് കരയായിരുന്നു. അതിനിടയില് ബോധം പോയതുപോലെ ശരീരം കുഴഞ്ഞു. അപ്പൊ ഞാൻ താങ്ങിയതാ. ആ രാത്രി ഇപ്പോഴും എനിക്കിടുന്ന സ്വപ്ന നിവിൻ. അതോർക്കുമ്പോ അവസാനം അച്ഛനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളിൽ ഞാൻ പാട്ടുപാടി ഡാൻസ് ചെയ്തു. അച്ഛനതല്ല ഒരു പുഞ്ചിരിയോടെ കണ്ടിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛൻ ഉള്ളിൽ എന്തുമാത്രം നീറ്റൽ അനുഭവിച്ചിട്ടുണ്ടാവും നിവിൻ. താൻ പണം കൊടുത്ത തോട്ടം കൈവിട്ട് പോയ കാര്യം അച്ഛന് പറയായിരുന്നില്ലേ? തന്റെ കയ്യിലെ പണം എല്ലാം നഷ്ടപ്പെട്ടെന്നു, സ്ത്രീധനം കൊടുക്കാൻ പണം ഇല്ലാതെ വന്ന കങ്ങീച്ചയുടെ കല്യാണം മുടങ്ങിയേക്കൊന്നു പറയായിരുന്നില്ല? പണമില്ലാത്തതിന്റെയോ പിടിപ്പുകേടിന്റെയോ പേരില് ഞങ്ങൾ ആരെങ്കിലും അച്ഛനെ കുറ്റപ്പെടുത്തുമായിരുന്നു? ബാക്കിയുള്ളതെല്ലാം ജപ്തിയായാലും വിറ്റ് തോലക്കേണ്ടി വന്നാലും അച്ഛനെന്താ വലിയ സ്വത്ത് ഉണ്ടാവുമായിരുന്നില്ല ഞങ്ങക്ക്. അച്ഛന് ജീവനോടെ കിട്ടിയാൽ മാത്രം മതിയായിരുന്നു നിവിൻ ഞങ്ങക്ക്. ഞങ്ങള് കൂലിവേല ചെയ്താലും നോക്കിയാണ്. അത്രയ്ക്ക് പ്രാണനായിരുന്നു ഞങ്ങൾക്ക് അച്ഛൻ. അതിന് പകരം തോട്ടത്തിന്റെ കാര്യം ആരോടും പറയാതെ ഉള്ളിലിട്ടോണ്ട് നടന്ന് ഹൃദയം പൊട്ടി മരിച്ചില്ല അച്ഛൻ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛനെ ഞങ്ങളെ ചതിച്ചെന്ന്. ഹൃദയം തുറന്ന് സ്നേഹിക്കുമ്പോഴും ഞങ്ങളെ വേണ്ടത്ര മനസ്സിലാക്കിയില്ലെന്ന്. അങ്ങനെയൊന്നും ആവില്ല കാവേരി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ചതി ആ മനസ്സ് മരവിപ്പിച്ചിട്ടുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തൊരവസ്ഥയില്ലേ? അതല്ലെങ്കിൽ ജയ്പാൽ ഞങ്ങൾ വഴി തന്നെ എല്ലാം നേരെയാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ശരി നിവിൻ, നമുക്ക് തിരിച്ചു പോവാം. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല കാവേരി. പിന്നെ കാവേരിയുടെ ഈ വിഷമം മാറാൻ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു. ട്രീറ്റ്മെന്റോ? ഒരു ലോങ് ഡ്രൈവ്. മനസ്സൊന്ന് ശാന്താവട്ടെ. എങ്ങോട്ട്? നോ വെയർ എവരിവെയർ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങോട്ടുമല്ല, പക്ഷേ പലയിടത്തും പോവാം. നിവിൻ, എന്തിനാ വെറുതെ? ഒന്ന് വാടോ. ഇനിയിപ്പോ ഒഴിവുകഴിവൊന്നും പറ്റില്ല സത്യേട്ടാ, വന്നേ പറ്റൂ. ഛത്തീസ്ഗഡിലെ ബിസിനസ് ഒന്നും സത്യേട്ടൻ കുറെ നാള് മാറി നിന്നു കരുതി പൊട്ടിത്തേർന്ന് താഴെ വീഴാനൊന്നും പോകുന്നില്ല.
ആ ശരി, എനിക്ക് വെച്ചോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കും. അപ്പൊ കോൾ എടുക്കാതിരിക്കരുത്. ഫുഫ്. വാടാ. വാ വാ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ വിശാലേ? ആ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായ, കോഫി, ജ്യൂസ് എന്തെങ്കിലും? അല്ലെങ്കിൽ പാൽപ്പായസം എടുക്കാം. റിസോർട്ടിലെ ഫോറിനേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. പാൽപ്പായസം കുടിക്കാൻ നല്ല മൂടാന്നേ. നിന്റെ ആദ്യം പറഞ്ഞോടാ. എന്താ പ്രശ്നം? ജയപാലേട്ട എന്താ? വിശാല നീ പറ. നിന്റെ ഫോൺ എടുത്തിട്ടേ ആ വീഡിയോ കാണിച്ചു. നോക്ക്. കണ്ടല്ലേ? രാജി, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ ആ വീട്ടുകാരായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് നീ പിന്നെ വിലക്കണോ. അന്നൊക്കെ നീ അത് നിസ്സാരാക്കി വിട്ട്. അമ്മയും മോനും ഫ്രണ്ട്സ് ആവണത്രേ. എന്നിട്ട് എന്തോ ആയി? അമ്മമാർക്ക് ആ മക്കൾ എപ്പോഴും കുഞ്ഞായിരിക്കും. അവർ ചെയ്യുന്നൊക്കെ കുസൃതിയായിരിക്കും. ഇതുപോലെ ഇറടം കെട്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ താല് കെട്ടി മുമ്പിൽ കൊണ്ടുപോയി നിൽക്കുമ്പോഴായിരിക്കും പഴയ കുസൃതിയൊക്കെ റീവൈൻഡ് ചെയ്തേക്കാളും മനസ്സുണ്ടാവത്തുള്ളൂ. അപ്പോ ചുറ്റുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ പരദൂഷണമായിരിക്കത്തില്ല എന്ന് അപ്പോഴേ ബോധ്യമാവത്തുള്ളൂ. ആൻറ്റി, നിവിൻ ചേട്ടന് രാഗിണി ചേച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണം. നിവിൻ ചേട്ടനെ കാത്തിരിക്കുക രാഗിണി ചേച്ചി. അതെ രാജി, ഏവൻ പറഞ്ഞത് ന്യായമാണ്. രാഗിണിയുടെ കാര്യത്തിൽ പലതവണയാണ് ഞാനിവിടെ കയറി ഇറങ്ങുന്നത്. അക്കാര്യത്തിൽ ഇപ്പോഴൊരു ഉറപ്പില്ല. അവസാനേ എല്ലാം വെള്ളത്തിൽ വരച്ച വരെ ആവൂ. അതെ രാജി, ഏവൻ പറഞ്ഞത് ന്യായമാണ്. രാഗിണിയുടെ കാര്യത്തിൽ പലതവണയാണ് ഞാനിവിടെ കയറി ഇറങ്ങുന്നത്. അക്കാര്യത്തിൽ ഇപ്പോഴൊരു ഉറപ്പില്ല. അവസാനേ എല്ലാം വെള്ളത്തിൽ വരച്ച വരെ ആവൂ. അത് രാജേശ്വരി പറഞ്ഞ വാക്കാ ജയപാലേട്ട. മാറ്റം ഉണ്ടാവില്ല. ഇത് വെറും കുട്ടിക്കളി. രണ്ടിനും ഓരോ പെട വെച്ചു കൊടുത്ത് നിവിന്റെ ചെവിക്ക് പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ ജയപാലേട്ടന്? അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അത് ശരി. ആർക്കാ രാജി നാണക്കേട്? എങ്കിലും അവൾക്ക് ഒരെണ്ണം കൊടുക്കായിരുന്നില്ലേ? നിവിനോട് അടുത്ത് നിൽക്കുമ്പോഴോ? രാജി, ആ പെണ്ണോ അവന്റെ വീട്ടുകാരോട് അടുത്ത് നിൽക്കുമ്പോഴേ അവൻ പെരുമാറുന്നത് എങ്ങനെ നിനക്ക് അറിയൂല. പുലി പറ്റി കിടക്കും പോലാ. അവനാ സംരക്ഷകൻ. എന്റെ പേരും പറഞ്ഞ് കാവേരിയുടെ ജോലിക്ക് വെച്ചത് അവനാ. എന്നിട്ട് ഞാനത് കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ച്. അവൾ സ്വന്തം വീട്ടിൽ ഹോം സ്റ്റേ തുടങ്ങിയതും നിന്നെ ചതിക്കുന്നതൊക്കെ നിവിനറിയായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾക്കിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേ അവൻ ആരോടാ നിന്നേ? അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ നിമിഷം എന്റെ ഹൃദയത്തിന്റെ മാത്രമല്ല, ഈ റിസോർട്ടിന്റെ കൂടി ഉടമയായിരിക്കും കാവേരി. അത് മാത്രമൊന്നും അല്ല രാജി, നിന്നോട് ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഉണ്ട്. അരവിന്ദന്റെ വീട്ടിലെ ഏത് ചടങ്ങ് നടന്നാലും ശരി, അവിടുത്തെ കാര്യസ്ഥൻ നിവിനാ. അതെ, നമ്മുടെ ആ മങ്കൊമ്പിലെ ജയശ്രീയുടെ മകൻ സിനുവിന്റെ കല്യാണാലയം ഞാൻ ഗംഗയ്ക്ക് കൊണ്ടുവന്നതേ, അത് മുടക്ക ഇവൻ എന്തൊരു ഉത്സാഹമായിരുന്നു. എന്നെ അവിടെ നിന്ന് അപമാനിച്ചിറക്കി വിടാൻ അവനും കൂടെ ആ കൂട്ടു നിന്നത്. എന്നിട്ട് അതുകൊണ്ട് തീർന്ന സുജാതയുടെ വീടിന്റെ ഓട് പൊളിച്ചേ വിനീതിനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന്
അവനും ഗംഗയായിട്ടുള്ള കല്യാണം നടത്തിക്കൊടുത്ത ആരാ? നിവിൻ. അശോകവനിയിലെ ബന്ധിയായ സീതയ്ക്ക് സന്ദേശമായിട്ട് പോവാനെ ഇവൻ ആരാ? ഹനുമാനോ? ജയബാലേട്ടാ, ഞാൻ ഇക്കാര്യം ഒന്നും അറിയുന്നില്ല. പക്ഷെ ഓരോന്ന് അറിയുമ്പോഴേ ഞാൻ സൂചന തരുന്നുണ്ട്. പല കാര്യങ്ങളും ഒരു മകനെ പറ്റി അമ്മയോട് പറയാൻ കൊള്ളാത്തതാ. ആ, ഒന്നുകൂടെ കേട്ടോ. അരവിന്ദന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് നീ കാശ് മുടക്കി വാങ്ങിയ വണ്ടിയാ. അവരുടെ ഡ്രൈവറാ നിവിൻ. ജയബാലേട്ടാ, ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പല തവണ ഞാൻ പറഞ്ഞു നോക്കി. അപ്പൊ നീ പറഞ്ഞിട്ടും പ്രയോജനമില്ലാന്ന് മനസ്സിലായല്ലോ. സത്യേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓ അതെ, അളിയനെ ഛത്തീസ്ഗഡിലെ കച്ചവടം കഴിഞ്ഞിട്ട് വരാൻ നേരമുണ്ടോ? ഈ കാലവർഷത്തിന്റെ കാര്യം പോലാ, വന്നാ വന്ന് പോയാ പോയി. ഓ അതെ, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നീ ആലോചിക്ക് രാജി. ജയബാലേട്ടൻ എന്നാ ഒരു വഴി പറഞ്ഞുതരാൻ പറ്റുമോ നോക്ക്. എന്റെ തലയിലൊന്നും വരുന്നില്ല. ഈ അവനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന് വെച്ചേ ഇതങ്ങ് തുറന്നോട്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ തടയാൻ വേറെ വഴി നോക്കണം. അഴിഞ്ഞാടാൻ അവളിറങ്ങി തിരിക്കായിരുന്നാലും പോരെ. അവളോട് സംസാരിക്കാനോ? അക്കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യേട്ടാ. നമുക്കൊന്നും ഇടപെടാൻ പറ്റിയ ടൈപ്പ് അല്ല അവള്. അതിനെ അവളോട് സംസാരിക്കാൻ ആര് പറഞ്ഞു? പിന്നെ കേസിന് പോയിട്ടൊന്നും കാര്യമില്ലെന്നാ എന്റെ പരിചയത്തുള്ളവർ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? എന്തൊക്കെയോ ചെയ്യാന്നും തോട്ടം തിരിച്ചു പിടിക്കാന്നൊക്കെയാ നിവിൻ പറയുന്നേ. നിവിനോ? ആ, നിവിൻ മോനാ ഇപ്പൊ ആ കേസിനൊരു സഹായം. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. ഓ, ചിലപ്പോ മോൻ അതൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടായിരിക്കും. അക്കാര്യങ്ങൾ കാവേരിയോടാ നിവിൻ സംസാരിക്കുന്നേ. രണ്ടാളും പഠിച്ചവരല്ലേ, അവരൊരുമിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. നിവിൻ മോൻ ആ ഭൂമിയുടെ ഉടമ ശിവരാജനെ കൊണ്ട് വന്നതുകൊണ്ടാ നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റിയത്. എന്നിട്ട് കാവേരി എവിടെ? കേസിന്റെ എന്തോ കാര്യത്തിന് പോയിരിക്കുക. ഓ, ഗംഗയോ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. മോൻ വന്നിട്ട് അവള് വന്നില്ലായിരുന്നോ? ഇല്ല. ഗംഗേ, എന്താ അമ്മ? വിനീത് വന്ന് അറിഞ്ഞില്ലേ നീ? ഞാൻ തയ്ക്കുമായിരുന്നു. ഞാൻ നോക്കിയിട്ട് വരാം. വേണ്ടമ്മായി, ഞാൻ നോക്കിട്ട് വരാം. എന്താടി നിനക്ക്? വിനീതേട്ടൻ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യം കാട്ടുന്നില്ലമ്മേ. പിന്നെ വിനീതേട്ടൻ വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ എന്തിനറിയണം? നീ എന്റെ ഇന്ന് വാങ്ങിക്കും കേട്ടോ. നീ ഇപ്പൊ ഇവിടെയാ താമസം? അതെ. എനിക്ക് അകത്തേക്ക് വരാവോ? വരണം. അടങ്ങി ഒതുങ്ങി നിന്നോണം. നിന്റെ അഹങ്കാരമൊന്നും ഇവിടെ വേണ്ട. ഇത് ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കണമായിരുന്നു ശാരദേ. എങ്കിലിപ്പോ നാട്ടുകാർക്ക് മെനക്കേടാവാതെ വന്നേനെ. ഇവളല്ലേ നീ കെട്ടിയത്? ഹോ, അത്രയും സമാധാനം. ആ മരം കയറി ഇവിടെ ഇല്ലേ?
ഞാൻ എന്റെ മക്കൾക്ക് പേരിട്ടിട്ടുണ്ട്, അല്ലാതെ പട്ടമൊന്നും കൊടുത്തിട്ടില്ല. അച്ഛനമ്മമാർക്ക് പേരിടാനേ പറ്റൂ. പട്ടം കൊടുത്ത് സ്വീകരിച്ച് ഏത് പേര് വിളിക്കണമെന്ന് തീരുമാനിക്കുന്നതേ മറ്റുള്ളവരാ. ഓഹോ, മഹാ അഹങ്കാരികളായി തീരാൻ പോകുന്ന മക്കൾക്ക് അച്ഛനമ്മമാർ ഈശ്വരനെന്നും ഈശ്വരി എന്നൊക്കെ പേരിടുന്നത് അങ്ങനെയായിരിക്കും അല്ലേ? വിദ്യയും വിവരവും ഇരിക്കുന്നിടത്ത് പണം വാഴില്ലെന്ന് രാധമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിനക്കാ പേടി വേണ്ട രാജേശ്വരി. വിവരമില്ലാത്തോണ്ട് പണം ഒരിക്കലും കൈമോശം വരില്ല. പക്ഷേ ആ വിവരക്കേടും പണത്തിന്റെ ഹുങ്കും ഒക്കെ തീർക്കേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല, പ്രത്യേകിച്ച് എന്റെ വീട്ടുവളപ്പിന് മുമ്പിൽ. എന്റെ മക്കളെ വേണ്ടാത്തത് പറഞ്ഞോ അടിച്ചിറക്കും ഞാനിവിടെ. അതുകൊണ്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അവളെവിടെ കാവേരി? ഇവിടെ ഇല്ല, പുറത്തു പോയി. അഴിഞ്ഞാട്ടം എന്റെ മോന്റെ ഒപ്പോ അതോ വേറെ ഏതെങ്കിലും പുളിങ്കൊമ്പ് പിടിച്ചോ? ഇറങ്ങിക്കോണം എവിടെ നിന്ന് തിളയ്ക്കാതടി. ഒറ്റക്കാലിന് തപസ് ചെയ്തിട്ട് ഇപ്പൊ കഴുത്തിലൊരു താലി വീണതല്ലേ ഉള്ളൂ. ആന്റി, നിവിന്റെ അമ്മയാണെന്നുള്ളൊരു ബഹുമാനത്തിലാ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് ആന്റി പറഞ്ഞില്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ എനിക്ക് മറുപടി പറയേണ്ടി വരും. ഓ, നീയാണ് ഗൃഹനാഥൻ എന്നുള്ള കാര്യം ഞാൻ മറന്നു. എങ്കിൽ ഗൃഹനാഥൻ ഇതിന് സമാധാനം പറയും. എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ ആർക്കെങ്കിലും? ആണെന്നൊന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കല്ലേ. ഇത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെല്ലുന്ന കാവേരീസ് ഇന്റലിജൻസ്. എന്റെ മകനെ പിടിച്ച് ജീവിതം സേഫാക്കാനുള്ള ബുദ്ധി. രാജേശ്വരി, അനാവശ്യം പറയരുതട്ടോ. അനാവശ്യമോ? അവൾ എന്റെ റിസോർട്ടിൽ ജോലിക്ക് വന്ന എന്തിനായിരുന്നു ശാരദേ? ഞാൻ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല. അവൾ അങ്ങോട്ട് ജോലി അന്വേഷിച്ചു വന്നതാ. അവിടെ വെച്ച് അവനെ ആകർഷിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതായതോടെ നടുറോഡിൽ വെച്ചായോ അഴിഞ്ഞാട്ടം. വിനീതിനെ ഞെട്ടിച്ച് ആ പ്രണയ രഹസ്യം. എടാ അളിയാ, നിങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. പക്ഷേ ശരിയാവില്ലടിയാ. നിനക്കറിയാലോ നിന്റെ അമ്മാവനെ, അയാളും ചങ്ങല പൊട്ടിച്ചിങ് വരും. മക്കളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അമ്മ മനസ്സു. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? അന്ന് ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു. കവിതയോ? മൈ ഗോഡ്! അതെന്താ, ഞാൻ കവിത എഴുതാൻ കൊള്ളൂലേ? വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണമായിരുന്നതുകൊണ്ട് ഓരോ പൈസക്കും കണക്കുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്കായി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുയത്. ഒരാവശ്യത്തിനും ഞാൻ ഇതാർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ജീവനേക്കാളും വിലയൊന്നുമില്ല ആ സെന്റിമെന്റ്സിന്. അരവിന്ദന്റെ കുടുംബത്തിലേക്ക് മറ്റൊരിടിത്തി. എവിടെ? യമുനയെ കണ്ടില്ലേ നിങ്ങള്? ഈ സമയത്തിനുള്ളിൽ അവൾ ഇവിടേക്ക് വന്നു കാണുമെന്ന് ഞങ്ങൾ കരുതിയേ. ദൈവമേ,